സർവ വേദസാരവും വേദാന്തസാര സംഗ്രഹവും വെളിപ്പെടുത്തുന്ന അധ്യാത്മരാമായണം ഏറ്റവും ഉത്കൃഷ്ടമായി മലയാളത്തിലേക്ക് അനുവാദം ചെയ്ത് തരുന്ന കവിയുടെ വാക്യങ്ങൾ സമൂഹത്തിൽ വന്നു ചേർന്ന വലിയൊരപചയത്തിൻ്റെ, വലിയൊരു അധപ്പതനത്തിൻ്റെ, വലുതായ ധാരണാ പെശകിൻ്റെ നേർക്കുള്ള വലിയ കൂരമ്പുകളായ വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. രാമായണത്തിൻ്റെ വേദസാരപരങ്ങളായ വ്യാഖ്യാനങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോഴും അത് പഠിച്ച് വൈയക്തികമായി ആനന്ദിക്കുമ്പോഴും സാമാജികമായി നിലനിന്ന ഒരു ദുസ്ഥിതിക്കെതിരായിട്ടുള്ള അതിതീക്ഷ്ണങ്ങളായ വാക്യങ്ങൾ, അതുകൊണ്ട് തന്നെ കവിയുടെ സാമൂഹിക പ്രതിബദ്ധത, ഇതെല്ലാം നമ്മൾ ഓർത്തിരിക്കണം. വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ല എന്ന് ഓർത്ത് ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വരികയാണെങ്കിൽ, അത് ചൂണ്ടിക്കാണിക്കപ്പെടുകയാണെങ്കിൽ ഒന്ന് മാത്രമേ പറയാനുള്ളൂ: വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ല എന്ന് വിചാരിച്ചങ്ങ് ക്ഷമിച്ചേക്കുക എന്ന് ഒരർത്ഥം കൂടി അതിന് കൽപ്പിക്കാം. രണ്ടായാലും വേദം എല്ലാവർക്കും അധികാരമുള്ളതാണ്. വേദത്തിൽ പ്രവർത്തിക്കാൻ ജിജ്ഞാസുക്കളായ സർവ്വജനങ്ങൾക്കും വേണ്ടി ഉപദേശിക്കപ്പെട്ടതാണ് വേദം. ഒരിക്കലും അതിലെ അധികാരമോ അനധികാരമോ ജാതീയമല്ല, ആവാൻ തരമില്ല. ആണെങ്കിൽ വേദത്തിൻ്റെ ഈശ്വരീയതയ്ക്ക് അഥവാ അപൗരുഷേയതയ്ക്ക് തന്നെ ദോഷം സംഭവിക്കും. അതുകൊണ്ട് എല്ലാവരും വേദത്തിന് അധികാരികളാണ് എന്നുള്ള ശാസ്ത്രസിദ്ധമായ പക്ഷത്തെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലാതെ ഇടക്കാലത്ത് വേദവിരുദ്ധമായി വളർന്നു വന്ന സ്മൃതികളും ആ സ്മൃതികളെ പിൻപറ്റിയിട്ടുള്ള ദുരാചാരങ്ങളുമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അങ്ങനെയൊക്കെ ആയിപ്പോയി സാമാജിക സ്ഥിതിയിൽ. അതിൽ നിന്നുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള സമുദ്ധാരണം ഒന്ന് മാത്രമാണ്, അഥവാ ഒന്നിലൂടെ മാത്രമാണ്. അത് ശുദ്ധമായ വേദത്തെ സമൂഹത്തിൽ എല്ലാവർക്കും ഇടയ്ക്ക് പ്രസരിപ്പിക്കുക എന്നുള്ളതിലൂടെ മാത്രമാണ്. അതാണ് നമ്മുടെ മുമ്പാകെയുള്ള കർത്തവ്യം. സാന്ദർഭികമായി ഈയൊരു വാക്യം, ഹൃദയഭേദിയായ വാക്യം കണ്ടതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. അധ്യാത്മപ്രദീപം അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിതധ്യാത്മരാമായണം മൃത്യുശാസനപ്രോക്തം. അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധമിജന്മം കൊണ്ടേ. ഇത് അധ്യാത്മപ്രദീപകമാണ്. പ്രദീപകം വെളിപ്പെടുത്തുന്നത്, പ്രകാശിപ്പിക്കുന്നത്. പ്രദീപം എന്ന് പറഞ്ഞാൽ നല്ലപോലെ ജ്വലിക്കുന്ന ദീപം. അങ്ങനെ നല്ലപോലെ ജ്വലിക്കുന്ന ദീപം എങ്ങനെയാണോ മറ്റ് വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നത്, അതുപോലെ അധ്യാത്മതത്വത്തെ, അധ്യാത്മരഹസ്യത്തെ പ്രകാശിപ്പിക്കുന്നതാണിത്. ഇതാണ് വാൽമീകി രാമായണവും അധ്യാത്മരാമായണവുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. വാൽമീകി രാമായണം ധർമ്മബോധകമാണ്. അതൊന്നാന്തരം ധർമ്മശാസ്ത്രമാണ്. വാൽമീകീയത്തിൻ്റെ എല്ലാ പ്രവൃത്തിയും തന്നെ ആദിമധ്യാന്തങ്ങളിലൊക്കെ ധർമ്മത്തെ സ്പഷ്ടമായി എടുത്തു കാണിക്കുക എന്നുള്ളതാണ്. എന്നാൽ അധ്യാത്മരാമായണമാകട്ടെ തീർച്ചയായിട്ടും ധർമ്മബോധകം തന്നെയാണ്, അല്ലെന്ന് പറയുന്നില്ല. എന്നാൽ അതിനേക്കാൾ പ്രാധാന്യം അധ്യാത്മപ്രദീപകം,
അധ്യാത്മതത്വങ്ങളെ, ആത്മസംബന്ധിയായ തത്വങ്ങളെ, എന്താണ് നമ്മുടെ സ്വരൂപം, എങ്ങനെ നമ്മുടെ സ്വരൂപം അപരിമിതമാണ്. ഈ ഒരു ബോധത്താൽ, അജ്ഞാനത്താൽ നമ്മൾ കൽപ്പിച്ചിട്ടുള്ള എല്ലാ പരിമിതികളെയും അതിക്രമിച്ച് തൻ്റെ സച്ചിദാനന്ദമായിരിക്കുന്ന ആത്മഭാവത്തെ ബോധിച്ച് മുക്തിയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് അധ്യാത്മരാമായണം. അതാണ് അധ്യാത്മരാമായണത്തിൻ്റെ പ്രാധാന്യം. അതും ശുദ്ധമായ ഭക്തിയെ, പരിശുദ്ധമായ ഭക്തിയെ നമ്മളിൽ ഓരോരുത്തരിലും ഉണർത്തി ഭക്തിയിലൂടെ അന്ധകരണത്തെ ശുദ്ധമാക്കുകയും അതോടൊപ്പം തന്നെ ശാന്തിയുടെയും പ്രകാശത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഭാവം നമ്മളിൽ വളർത്തുകയും ചെയ്യുന്നതാണ് അധ്യാത്മരാമായണം. അധ്യാത്മപ്രദീപകം, അത്യന്തം രഹസ്യം. രണ്ടാമത് പറയുകയാണിത് അത്യന്ത രഹസ്യമാണ്. ശാസ്ത്രത്തിൽ രഹസ്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ധരിക്കുക അത് മറ്റാരോടും പറയരുതാത്തത് എന്നാണ്. അങ്ങനെ അർത്ഥം ശാസ്ത്രത്തിൽ എടുക്കാൻ പറ്റില്ല. മറിച്ച് രഹസ്യ ശബ്ദത്തിന് ഉത്തമാധികാരികൾക്ക് മാത്രം നൽകേണ്ടത്, അഥവാ ഉത്തമാധികാരികൾക്ക് നൽകേണ്ടത്, അങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ടത് ഗുഹ്യം എന്നർത്ഥമെടുക്കുന്നതാണ് ഉചിതം. യുക്തന്മാരായ ജിജ്ഞാസുക്കൾക്ക് ഉപദേശിക്കേണ്ടത്, അങ്ങനെ അധികാരികൾക്ക് ഉപദേശിക്കുന്നതിലൂടെ സംരക്ഷിക്കപ്പെടേണ്ടതെന്തോ അതാണ് രഹസ്യം, അത്യന്ത രഹസ്യം. ഇത് അധ്യാത്മരാമായണം, ആത്മസംബന്ധിയായ രാമായണം. ആത്മസംബന്ധിയായ രാമായണമാണ് അധ്യാത്മരാമായണം. മൃത്യുശാസന പ്രോക്തം. വാൽമീകീയ രാമായണം നാരദ മഹർഷി വാൽമീകിക്ക് ഉപദേശിക്കുന്നതായിട്ടും പിന്നീട് ബ്രഹ്മദേവൻ്റെ നിർദ്ദേശമനുസരിച്ച് വാൽമീകി വിപുലീകരിച്ച് എഴുതുന്നതുമായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അധ്യാത്മരാമായണമാകട്ടെ ഉമാമഹേശ്വര സംവാദ രൂപത്തിലാണ്. പാർവതിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് മഹേശ്വരൻ പറയുന്നതായിട്ടാണ്. അതുകൊണ്ടാണ് മൃത്യുശാസന പ്രോക്തം, മൃത്യുവെ ശാസനം ചെയ്തവൻ പരമേശ്വരൻ. അങ്ങനെ പരമേശ്വരനാൽ പ്രോക്തം പറയപ്പെട്ടതാണിത്. എന്താ ഇതിൻ്റെ പ്രയോജനം? അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം, എല്ലാ മനുഷ്യന്മാർക്കും. ഇവിടെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. ഇവിടെ ജാതിയുടെയോ പ്രദേശത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തിൻ്റെയെങ്കിലുമോ വിശേഷമില്ല. എല്ലാവർക്കും, മർത്യജന്മികൾക്കെല്ലാം, മനുഷ്യരായി ജനിച്ചവർക്കെല്ലാം ഇത് അധ്യയനം ചെയ്യുകയാണെങ്കിൽ മുക്തി സിദ്ധിക്കും. ഈ ജന്മം കൊണ്ടേ, ഈ ജന്മത്തിൽ തന്നെ മുക്തി ലഭിക്കും. അന്ധക്കരണം പരിശുദ്ധമായി തത്വജ്ഞാനം പ്രകാശിച്ച് തന്നിലെ പരിമിതികളെല്ലാം അജ്ഞാനകൽപ്പിതമാണെന്ന് സാക്ഷാത്കരിച്ച് തൻ്റെ പാരമാർത്ഥികമായ ആനന്ദ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞ് മുക്തി സിദ്ധിക്കും. സംശയമുണ്ടോ? അസന്നിഗ്ധം, യാതൊരു സംശയവുമില്ല എന്ന തൻ്റെ ദൃഢമായ അവബോധത്തെ വെളിപ്പെടുത്തി ഈ അധ്യാത്മരാമായണത്തിൻ്റെ പ്രയോജനത്തെയാണ് ഇവിടെ പറയുന്നത്.